ലാസ്റ്റ് കടിയിട്ട് കിടന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മളൊന്നും ഒന്നുമല്ലാന്ന്. കാരണം ഒരു നേരത്തെ വെള്ളം എടുത്തു തരാൻ ഒരാളില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളൊന്നും ഒന്നും അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി. പാമ്പിൻ്റെ കടി കേട്ടിട്ട് ജീവിതത്തോടും മരണത്തോടും മല്ലടിച്ചതിന് ശേഷം സത്യം പറഞ്ഞാൽ അതിനേക്കാളും വലിയ കടി എനിക്ക് അതിന് ശേഷം കിട്ടി. അതിനുശേഷം ആരും പറഞ്ഞു. അതിനുശേഷം ഈ നവംബറിൽ കിട്ടിയ ശേഷം ഡിസംബറിൽ ഇവിടെ കിട്ടും. ഡിസംബറിൽ പിന്നെ കോട്ടയത്തെ കടി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ അബാക്കിൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട ഒരു പേര് കൂടി ഉണ്ട്. എന്താണ് വളരെ മോശം പറഞ്ഞിട്ട് പോയെന്നുള്ളതാണ്. എൻ്റെ കടി കിട്ടിയതിനെ കുറിച്ച് വളരെ മോശം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല. കാരണം വെച്ചാൽ അദ്ദേഹം നമ്മുടെ ഉത്തരാ കൊലക്കേസിൽ ഞാൻ ഇടപെട്ടതും പലർക്കും പിടിച്ചിട്ടുണ്ട്. ഉത്തരാ കൊലക്കേസിൽ പ്രാധാന്യമുണ്ട്. ഉത്തരാ കൊലക്കേസിൽ എനിക്ക് ചിരി വന്നൊരു കാരണം എന്താ വെച്ചാൽ ഉത്തരാ കൊലക്കേസിൽ ഡമ്മി പരീക്ഷണം, ഡമ്മിയിൽ ഏതെങ്കിലും പാമ്പ് കടിക്കും. ആ കാലഘട്ടത്തിൽ ഞാനേ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ വേറൊന്നുമല്ല, ലാഭയിച്ച ഇല്ല. ഇപ്പോഴും എന്നെ പറ്റിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ അപ്പോൾ ഇപ്പം GP ചെയ്തേക്കാന്ന് പറഞ്ഞു. വണ്ടിക്കൂലിയെല്ലാം തരാത്ത ആൾക്കാർ ഇന്നുമുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തണ്ടർ ബോൾട്ടിന് ട്രെയിനിങ് കൊടുത്തു ഞാൻ. തണ്ടർ ബോൾട്ട് കേരളത്തിലെ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മരണത്തെ പലതവണ മുഖാമുഖം കണ്ട, പാമ്പ് പിടിക്കുന്നതിൽ കേരളത്തിലെ ജനങ്ങളെ ഹൃദയത്തിൽ ഒരു സ്ഥാനമുള്ള ഒരാളാണ് ശ്രീ വാവാ സുരേഷ്. നമസ്കാരം. നമസ്കാരം ചേട്ടാ, ഇപ്പോഴും എൻ്റെ മനസ്സിൽ പഴയൊരു മുഖം ഓർമ്മയുണ്ട്. ഒരു 3 കൊല്ലം മുമ്പിട്ട് പാമ്പിൻ്റെ കടി കേട്ടിട്ട് ജീവിതത്തോടും മരണത്തോടും മല്ലടിച്ചതിന് ശേഷം ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു വാവാ സുരേഷിനെ കോട്ടയത്ത്. അതെ, എന്തായിരുന്നു അന്നത്തെ ഒരു അനുഭവം? അന്ന് അങ്ങയുടെ കണ്ണ് നിറയുന്നതും എല്ലാം നമ്മൾ പല ഇൻ്റർവ്യൂയിലൂടെയും കണ്ടതാണ്. അതൊന്ന് പറയാമോ? സത്യം പറഞ്ഞാൽ അതിനേക്കാളും വലിയ കടി എനിക്ക് അതിന് ശേഷം കിട്ടി. അതിനുശേഷം ആരും അറിഞ്ഞില്ല. കയ്യിൽ ഒരമ്മ ബോട്ടിൽ പാമ്പുണ്ടെങ്കിൽ മോശപ്പെട്ട ബോട്ടിലായിരുന്നു കൊണ്ട് നടക്കും. ഞങ്ങൾ തിരിക്കിയതും പൊട്ടിപ്പോയി. അതിനകത്ത് കടിച്ച് ഞാൻ 1-2 മാസം എടുത്തത്. അതിനുശേഷം വീണ്ടും കിട്ടി നവംബറിൽ. അതിനുശേഷം ആ കോട്ടയത്ത് 3 വർഷം മുന്നേ കിട്ടിയതിന് ശേഷം തിരുവനന്തപുരത്ത് കൈമനത്ത് വെച്ച്, കൈമന NSS കരയോഗത്തിൽ വെച്ചൊരു തടി പലവ എടുക്കുന്നില്ല, പലവരുടെ ഇരുന്നോളം കടിച്ചു. അത് ഏകദേശം ഒരു 10-25 ദിവസം ട്രീറ്റ്മെൻറ്റിലുണ്ടായിരുന്നു. കോട്ടയത്ത് 7 ദിവസമേ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ നവംബറിൽ കിട്ടിയതിന് ശേഷം ഡിസംബറിൽ ഇവിടെ കിട്ടുന്നു. ഡിസംബറിൽ കിട്ടുന്നു. ആ ഡിസംബറിൽ തന്നെയാണ്, ഡിസംബർ ലാസ്റ്റിനാണ് വീണ്ടും ഒരു കടി കിട്ടിയത്. കയ്യിൽ തന്നെ വീണ്ടും കിട്ടി. അതായത് ഇപ്പോൾ ഈ ഒരു 6-7 മാസത്തിനിടയിൽ 3 പ്രാവശ്യം അപകടമുണ്ടായി. പക്ഷെ ആരും അറിഞ്ഞില്ല. അറിയാത്ത വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ ഞാൻ ഒരു അപകടത്തിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയുക, മോശം പറയാനും നല്ലത് പറയാനും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ സ്വന്തം അച്ഛൻ നല്ല ഷർട്ട് ഇട്ടാൽ എന്തിനാ അച്ഛന് ഇത്രയും പ്രായത്തിൽ നല്ല ഷർട്ടെന്ന് ചോദിക്കുന്ന മക്കളുള്ള കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പരമാവധി ആൾക്കാരെ അറിയിക്കാതെ, അറിയിച്ചിട്ടും കാലം കുറേ പേര് പിന്നെ ഇതും പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെ കാണാൻ വരിക. പിന്നെ അവിടെ ഡോക്ടർമാർക്ക് ഡോക്ടറെ വിളിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് ഡോക്ടർമാരെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അത് ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് ആരെയും വിളിച്ചില്ല. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് കടിയിട്ട് കിടന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മളൊന്നും ഒന്നുമല്ലാന്ന്. കാരണം ഒരു നേരത്തെ വെള്ളം എടുത്തു തരാൻ ഒരാളില്ലായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഈ 2 മാസങ്ങൾക്ക് മുന്നേ തിരുവനന്തപുരത്ത് വട്ടിയൊക്കെ അവിടെയല്ലേ നമ്മുടെ ഇവിടെ കിടന്നിരാന്ന് പറഞ്ഞാൽ ഒരു കടി കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവനെ എടുത്തുകൊണ്ടിങ്ങനെ നിവർന്ന് വന്നത് ഒരു ഗ്ലാസ്സും തലയിലടിച്ചു. അപ്പോൾ പെട്ടെന്ന് വേർത്ത് നിന്ന് തലയിൽ കൂടെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം ഒലിച്ചപ്പോൾ ഞാൻ ഒരു തല പൊട്ടിയായിരിക്കും. ഇതിനെ ശ്രദ്ധിക്കാതെ തലയിൽ ഇങ്ങനെ കൈ വെച്ച് തടവിയതും കടി കിട്ടി. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റായി. അന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വരുന്നത്. അഡ്മിറ്റായ സമയത്താണ് ഞാൻ അറിയിക്കുന്നത്. ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഒരു കുഞ്ഞുങ്ങൾ വളരെ അപൂർവമായിട്ട്, ഇപ്പോൾ രാവിലെ കാപ്പി വാങ്ങി കൊണ്ടുവരണമെങ്കിൽ അത് ഉച്ചയാവും കൊണ്ടുവരുമ്പോൾ, ആ രീതി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയേ ഉള്ളൂ, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മളൊന്നും ഒന്നും അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ കോട്ടയത്തെ കടി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവമല്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ അബാക്കിൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട ഒരു പേര് കൂടി ഉണ്ട്. എന്താണെന്നറിയാം, നമ്മൾ മറന്നുപോയി. നമ്മൾ മറക്കാൻ പാടില്ല. ഇടയ്ക്ക് ഞാൻ മറന്നുപോയി. എന്നെ യഥാർത്ഥത്തിൽ അവിടെ അഡ്മിറ്റാക്കിയത് ഭാരത് ഹോസ്പിറ്റലാണ്. അവരാണ് എന്നെ അഡ്മിറ്റാക്കിയത്. അവരാണ് എന്നെ എന്താ പറയുക CPR തന്നത്, എന്നെ വെന്റിലേറ്ററിലാക്കിയത്. എനിക്ക് ആൻറ്റിവെനം സ്റ്റാർട്ട് ചെയ്തേക്കാം അവിടെ നിന്ന്. അങ്ങനെ ഏകദേശം എനിക്ക് വന്നൊരു 30-40 ആൻറ്റിവെനം തന്നു കഴിഞ്ഞാൽ വെന്റിലേറ്ററിലാക്കിയതിന് ശേഷമാണ് വാസവൻ സാർ ഇത് അറിയുന്നത്. അപ്പോഴാണ് വാസവൻ സാർ അവിടെ വന്നിട്ട് പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റുന്നത്. എനിക്ക് കടി കിട്ടിയപ്പോൾ എനിക്ക് കണ്ണ് നിറഞ്ഞൊന്നും എനിക്ക് തോന്നുന്നില്ല. കടി കിട്ടുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. പക്ഷേ കടി കിട്ടിയതിന് ശേഷം എന്താ പറയുക, ആൾക്കാരുടെ സമീപനം നല്ല സഹകരണം. മറക്കാൻ പാടില്ലാത്ത കുറേ പേരുണ്ട്. ശ്രീമാൻ വാസവൻ സാറ്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ പഴയ സൂപ്രണ്ടായിരുന്ന ശർമ്മ സാറ്,
അതുപോലെ ഏറ്റവും ഒരു ലാഭേച്ഛയില്ലാതെ എന്നെ നല്ല സ്നേഹിച്ചു. എൻ്റെ വീട്ടുകാരെത്തുന്നതിന് മുന്നേ ഈ നമ്മുടെ മെഡിക്കൽ കോളേജിലെ പഴയ സൂപ്രണ്ട് ശർമ്മ സാറും തിരുവനന്തപുരത്തിൻ്റെ ഈ കഴിഞ്ഞ ടേണിലുണ്ടെന്ന ഡെപ്യൂട്ടി മേയർ PK രാജു സാർ, ഞങ്ങളൊന്നും ഒരു കണ്ട് പരിചയം മാത്രം. പക്ഷേ പുള്ളി ഇവർ രണ്ടും ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി. അപ്പോൾ നമ്മളൊന്നും നമ്മളുടെ സഹകരണം അവരുടെ പ്രവൃത്തി നമ്മൾ മറന്നു പോകാൻ പാടില്ല, അത് ഉറപ്പാണ്. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെ വന്ന സമയത്ത് പിന്നെ സാറിൻ്റെയൊക്കെ ഇടപെടൽ, നല്ല രീതിയിലുള്ള ഇടപെടൽ. പിന്നെ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് എനിക്ക് എല്ലാവരുടെയും സമീപനവും സഹകരണവും കണ്ടിട്ടാണ് എനിക്ക് കണ്ണ് നിറഞ്ഞത്. പക്ഷേ ആ സമയത്തും ഇത്രയും സീരിയസ് ആയിട്ട് ഞാൻ കിടക്കുന്ന സമയത്തും വനം വകുപ്പിലുണ്ടായിരുന്ന അൻവർ എന്ന് പറയുന്ന ഒരു ഓഫീസർ വന്ന് ചാനലിൽ വന്ന് വളരെ മോശം പറഞ്ഞിട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച്, വളരെ എൻ്റെ കടികിട്ടിയതിനെക്കുറിച്ച് വളരെ മോശം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിന് എനിക്ക് ഒരു മടിയില്ല. കാരണം വെച്ചാൽ അതിനുശേഷം അദ്ദേഹം ട്രെയിനിങ് കൊടുത്ത ആളുകൾ ഇപ്പോഴത്തെ പാമ്പടിയിട്ട് മരണപ്പെട്ടിട്ട് ഒരു നായ്ക്കുട്ടിഞ്ഞ് കരയുന്നതിൻ്റെ അത്രയും പോലും പ്രതികരണം ഉണ്ടായില്ല. എനിക്ക് കടികിട്ടിയ വാവാ സുരേഷിൻ്റെ പേര് കേൾക്കുമ്പോൾ ചിലർക്ക് എന്തോ ഒരു അലർജി ഉള്ളതുപോലെ, ഈ എന്താ പറയുക ചൊറിയൻ ചേമ്പ് ദേഹത്തായിട്ട് ചൊറിയുന്നത് പോലെ, അല്ലെങ്കിൽ ചൊറിയൻ ചേന ചൊറിയുന്നത് പോലെയൊക്കെയുള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ മാനസികമായിട്ട്, അപ്പോൾ ഞാൻ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാരണം ഇവന്മാരുടെ ടോർച്ചറിങ്. പക്ഷെ എനിക്കൊന്നും ഇപ്പോഴാണ് ഒരുപാട് പേര് പാമ്പിനെ പിടിക്കാനാണെങ്കിലും അതിന് വേണ്ടിയിട്ട് മുന്നോക്കി വരുന്നത്. അതെ. പക്ഷെ ഒരു കാലത്ത് പാമ്പ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം മലയാളികളുടെ മനസ്സിലേക്ക് കൂടി വരുന്ന ഒരേ ഒരു മുഖം വാവാ സുരേഷിൻ്റെതായിരുന്നു. അത് ഞാൻ അത്രയ്ക്ക് എൻ്റെ ജീവിതം മൊത്തം ഇതിലേക്ക് ഒഴിച്ചു. ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ ജോലി 2 ലക്ഷം രൂപ ശമ്പളം വാങ്ങിച്ചിട്ട് AC റൂമിനകത്തിരുന്നുകൊണ്ട് പാമ്പിനെ പിടിക്കാൻ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ നമ്മുടെ നാട്ടിലുള്ള. പിന്നെ ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോഴെന്ന് വെച്ചാൽ ഓൺലൈനിൽ പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരാണ്. ഓൺലൈനിൽ പാമ്പിനെ പിടിക്കും. പക്ഷേ ഒരു സത്യമുണ്ട്, എന്താണെന്ന് അറിയാമോ? പാമ്പ് പിടുത്തക്കാരുടെ എണ്ണം കൂടിയപ്പോൾ കേരളത്തിൽ പാമ്പിൻ്റെ എണ്ണം കൂടി എന്നുള്ളത്. എങ്ങനെ കൂടുന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ തിരുവനന്തപുരം സിറ്റിക്കകത്തൊന്നും പാമ്പില്ലാത്ത സ്ഥലങ്ങളായിരുന്നു, ഇപ്പോൾ പാമ്പ് ധാരാളം കണ്ടു തുടങ്ങി. പിന്നെ വഴുതക്കാട് ഭാഗത്തൊന്നും പാമ്പില്ലാത്ത സ്ഥലങ്ങളായിരുന്നു, അവിടെ ഇപ്പോൾ പാമ്പുകളെ കണ്ടു തുടങ്ങി. വനമുള്ള പാമ്പ് അതിഥികൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ പാമ്പുകളെ കണ്ടു തുടങ്ങി എന്നുള്ളത്. അത് ഒരിക്കലും എന്താ പറയുക എഴഞ്ഞു വരാനോ കിലോമീറ്റർ താണ്ടി വരാനൊന്നും പാമ്പുകൾക്ക് ഒരിക്കലും കഴിയില്ല. അപ്പോൾ ഇത് ഒരു അന്വേഷണം നടന്നിട്ടില്ല ഇതുവരെ. ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെ വരുന്നു, എവിടെ നിന്ന് പോകുന്നു എന്നൊന്നും അറിയുന്നില്ല. പിടിക്കുന്നു ഒഴിവാക്കുന്നു. അതൊന്നും നമ്മുടെ കേരളത്തിൽ ധാരാളം നടക്കുന്നു. ഒരുപാട് പരാതികൾ ഫോർട്ട് സ്റ്റേഷനിൽ തന്നെ ഒരു പരാതി ഉണ്ട്. ഒരു ആൾ പിടിക്കുന്ന പാമ്പളെ പല വീട്ടിൻ്റെയും പരിസരത്തോട് തുറന്നു വിടുന്നുള്ള പരാതിയുണ്ട്. ആലപ്പുഴയിൽ ഒരു ഇതുപോലെ പിടിക്കുന്ന പാമ്പളെ പല വീടിൻ്റെയും ഒഴിഞ്ഞ പറമ്പളെ കൊണ്ട് വിടുന്നുള്ള ഒരു പരാതിയുണ്ട്. അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ 13 വയസ്സിൽ തുടങ്ങിയ യാത്ര എൻ്റെ അച്ഛനെയും അമ്മയും നോക്കാൻ പറ്റുന്ന ഒരു സമയം പോലും എനിക്ക് കിട്ടാത്ത രീതിയിലേക്ക് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാം, ലോക ചരിത്രത്തിൽ ഈ പാമ്പിനെ പിടിക്കാനായിട്ട് ട്രെയിനിങ് കൊടുത്ത ഒരാളുമില്ല. എത്രയോ പാമ്പ് പിടുത്തക്കാർ ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ശംസുക്ക ഉൾപ്പെടെയുള്ളവർ, വൈജു മാഷ് ഉൾപ്പെടെയുള്ളവർ, മരിച്ചുപോയ സ്റ്റീവൻ ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ, ഒരുപാട് വാർത്താ സാരഥികളുള്ളവർ, അതുപോലെ കാസർഗോഡ് മോഹനൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഒത്തിരി പേര്, മാർട്ടിൻ മേക്കമാൽ, മുസ്തഫ, മുജീബ് റഹ്മാൻ, ഒരുപാട് പഴയ ആൾ. പക്ഷെ ആരും പാമ്പിനെ പിടിക്കാൻ ട്രെയിനിങ് കൊടുത്തിട്ടില്ല. എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആയിരുന്നു, ഇത് കുറച്ച് വനം വകുപ്പിൻ്റെ ആൾക്കാർക്ക്, ലോക്കലായിട്ടല്ല വനം വകുപ്പിൻ്റെ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്ത് ഈ മേലെ കൊണ്ട് അങ്ങനെ ചരിത്രത്തിലാദ്യമായിട്ട് 2006 കോന്നിയിൽ ഫോറസ്റ്റ്, അന്നത്തെ IFS ഓഫീസർ പുകഴേന്തി സാറാണ്, ഇന്ന് ഇവിടുത്തെ ചീഫാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാനിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു. അങ്ങനെ പത്തനംതിട്ട റാന്നിയിൽ ആറാട്ടിയിൽ ഉപയോഗിച്ച് ആറാട്ടിയുടെ സാന്നിധ്യത്തിൽ ട്രെയിനിങ് കൊടുത്തു തുടങ്ങി. ആദ്യമായിട്ട് ആറാട്ടിക്കാണ് കൊടുക്കുന്നത്. ഞാൻ ലോക്കൽ ആൾക്കാർക്ക് ആർക്കും ട്രെയിനിങ് കൊടുത്തിട്ടില്ല. കാരണം കൊടുക്കാത്ത കാര്യം വെച്ചാൽ അത് വഴിതെറ്റി സഞ്ചരിക്കുമെന്ന് എനിക്കറിയാം. ഇപ്പോഴും പല സ്ഥലങ്ങളിലും പാമ്പിനെ പിടിക്കാൻ നമ്മൾ ട്രെയിനിങ് നേടിയിട്ട് പോയിട്ട് പാമ്പിനെ പിടിച്ച് പല സ്ഥലത്തും കൊണ്ട് ദുരുപയോഗം ചെയ്യുന്നതായിട്ടുള്ള അവകാശങ്ങൾ ഒത്തിരി അറിയപ്പെടുന്നുണ്ട്. പക്ഷേ പത്രങ്ങളൊന്നും വരുന്നില്ല. പാമ്പടിയുടെ എണ്ണം വളരെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ പാമ്പ് കടി മരണവും, ഇന്നലെ ഒരു പാമ്പ് പിടിച്ച് മരണപ്പെട്ടി പോയിട്ടുണ്ടായിരുന്നു. കോരാണിക്ക് അടുത്തൊരു അമ്മ അണലിയെ ചവിട്ടി അണലിയുടെ കടിയിട്ട് അമ്മ മരണപ്പെട്ടു. ഇപ്പോൾ 3-4 ദിവസം മുന്നേ കോഴിക്കോടോ തൃശ്ശൂർ അവിടെ ഒരു എന്താ പറയുക ഒരു അമ്മ തൊഴിലുറപ്പ് ഇടയ്ക്ക് പാമ്പടിയിട്ട് മരണപ്പെട്ടു. പിന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ്. ഈ അവയർനെസ് ഞാൻ കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് മുതൽ പാറശാല വരെ ഫോറസ്റ്റിൻ്റെ അനുമതിയോടുകൂടി അവയർനെസ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. സ്കൂളുകളിൽ, കോളേജുകളിൽ, റെസിഡൻസ്, ക്ലബ്ബ്, അതുപോലെ തന്നെ പാർട്ടി പരിപാടികളിൽ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിലും എന്നെ ക്ഷണിച്ചുകൊണ്ട് പോയിട്ട് ഇരുത്തിയിട്ട് ഒരു ഷോളും തരും, ഒരു ചെറിയ മെമൻറ്റയും തന്ന് എന്നെ 4-5 മണിക്കൂർ അവിടെ ഇരുത്തി എന്താ പറയുക, എന്നിട്ട് അവയർനെസ് ക്ലാസ്, പാമ്പിനെ കാണിച്ച് ക്ലാസ് നടത്തിയിട്ടുണ്ട്. അതെല്ലാം വനം വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം. അതിന് പെർമിഷനൊന്നുമില്ല, പെർമിഷൻ്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ അവയർനെസ് അനിവാര്യമായിരുന്നു അന്ന്. ഇന്നിപ്പോൾ അവയർനെസ് അല്ല, ഇന്നിപ്പോൾ അസൂയം കുശുമ്പുമാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ. കാരണം ആവാസത്തിലുള്ള പേര് കേൾക്കുമ്പോൾ എന്നെ തന്നെ ഞാൻ പാമ്പിനെ പിടിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാർ, കുറച്ച് അത് ഈ ഫോറസ്റ്റിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നൊരു ഈഗോ ആണ്. അങ്ങനെ ഈഗോ അല്ല. ഇപ്പോൾ എവിടെ ചെന്നാലും വാവാ സുരേഷ്, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കണക്ക് വാവാ സുരേഷ് നല്ലൊരു ഓർമ്മ, എല്ലാവരും വാവാ സുരേഷ് പിടിക്കും വാവാ സുരേഷിനെ കാണാൻ ചോദിക്കുന്നുണ്ട്. അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതാണ് ഇതിലുള്ളത്. ഇതൊരു ഈഗോയാണ്.
ഇതൊരു എന്താ പറയുക, ഇതൊരു ഈഗോ ഒന്നും. പിന്നെ അതിനുശേഷം അതിന് മുന്നേ പറയുന്നത് നമ്മുടെ ഉത്തരാ കൊലക്കേസിൽ ഞാൻ ഇടപെട്ടതും പലർക്കും പിടിച്ചിട്ടില്ല. ഉത്തരാ കൊലക്കേസിൽ പ്രാധാന്യമുണ്ട്. ഉത്തരാ കൊലക്കേസിൽ എനിക്ക് ചിരിയൊന്നൊരു കാരണം എന്താ വെച്ചാൽ ഉത്തരാ കൊലക്കേസിൽ ഡമ്മി പരീക്ഷണം, ഡമ്മിയിൽ ഏതെങ്കിലും പാമ്പ് കടിക്കും, ആ ഡമ്മി പരീക്ഷിച്ചു. അപ്പോൾ അതിനെതിരെയൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ പാമ്പ് എന്താ പറയുക ട്രെയിനിങ് കൊടുത്തു. അതുപോലെ തന്നെ അവയർനെസ് ക്ലാസ്സുകൾ ചെയ്തു, അവാർഡുകൾ ഇഷ്ടംപോലെ വാങ്ങിക്കൂട്ടി. ഇതൊന്നും പലർക്കും പിടിക്കുന്നില്ല. പലർക്കും കിട്ടാതിരിക്കുന്ന നമുക്ക് കിട്ടുന്ന, ഞാൻ എൻ്റെ ജീവിതമാണ് ഇതിലേക്ക് ഒഴിഞ്ഞു വെച്ചത്. അല്ലാതെ ഞാൻ പകൽ ജോലിക്ക് വിട്ട് വൈകുന്നേരം എൻ്റെ ദൗര്യം പോലെ പാമ്പിനെ പിടിക്കാൻ പോകും. ഇന്ന് നടക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് പലരും സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്തിട്ട് 5 മണിക്കും 4 മണിക്കും ഇഷ്ടമാണ് പാമ്പിനെ പിടിക്കും. ഞാൻ ഇന്നലെ നിങ്ങളെ മുന്നിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളുടെ ഇൻ്റർവ്യൂവിന് വരാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ. ഞാൻ രാവിലെ 2 മണിക്കൊന്ന് 2:15 കിടന്ന ഉടനെയാണ് എന്നെ ആറ്റിങ്ങിൽ നിന്ന് കോൾ വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ വണ്ടി വിളിച്ച് കാർ വിളിച്ച് അപ്പം തന്നെ ഞാൻ തിരിച്ച് പോയിട്ട് അതിനെ എടുത്തിട്ട് വന്നപ്പോൾ 4:30 മണിയായി. 4 മണിയായപ്പോൾ നിങ്ങളെ കോൾ ഞാൻ എണീറ്റുകൊണ്ട് നോക്കണം. 6 മണി 7 മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നിങ്ങളെ മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ ഇന്നലെ 13ഓളം കേസിൽ അറ്റൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ എനിക്ക് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് ഉൾപ്പെടെ ഒരു പള്ളിയിലെ ഫാദർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പള്ളിയുടെ അടുത്തൊരു കുറച്ച് ഓടടിക്കുന്നതിന് അവിടെ നിന്ന് ഒരു കടി ഒരു അമ്മയ്ക്ക് കിട്ടി, അത്യാവശ്യം ചെല്ലണം. അതുപോലെ തുമ്പ സ്റ്റേഷനിൽ SI സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു വലിയൊരു കുരുങ്ങി പാമ്പ് അതിഥി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് കോളുകളൊക്കെ വെയിറ്റിങ്ങിനാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ സമയം തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ രാവിലെ ഈ കേസിലെല്ലാം പോയാൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വിളിക്കുന്നത് അതുമാത്രം ആ കാലഘട്ടത്തിൽ ഞാനേ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ വേറൊന്നുമല്ല, ലാഭേച്ഛ ഇല്ലാതെ. ഇന്നിപ്പോൾ പാമ്പിനെ പിടിക്കാൻ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരൊക്കെ 10, 25, 50,000 ശമ്പളം വാങ്ങിയിട്ടാണ് പോകുന്നത്. അവിടെ ഗവൺമെൻറ് ജോലിയിൽ ഇരുന്നിട്ടാണ് പോകുന്നത്. ഇവർ സേവനം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ ചോദ്യം വെച്ചാൽ, സേവനം ചെയ്യുന്നതിൽ ഗവൺമെൻറ് ജോലിയിലിരിക്കുന്ന അല്ലെങ്കിൽ വനം വകുപ്പിലിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുന്ന ആൾക്കാർ ജോലി രാജിവെച്ചിട്ട് ഫ്രീ ആയിട്ട് പാമ്പിനെ പിടിക്കണം. ആണ് എനിക്കൊന്നുമില്ല. ഞാൻ മേച്ചിരി പണിയാണ്, ഞാൻ കോൺട്രാക്ട് പണിക്കാരനായിരുന്നു. ഞാൻ ആ പണിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ മേലെ പോയി. ഞാൻ ഈ ഇപ്പോഴും എന്നെ പറ്റിക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഇവിടുന്ന് വർക്കല ഈ അടുത്ത ആൾക്ക് പാമ്പിനെ പിടിച്ച് ചെന്നിട്ട് രാത്രി പാമ്പിനെ പിടിക്കാൻ വേണ്ടി പാമ്പിനെ പിടിക്കാനായിട്ട് ചെന്ന് നോക്കി പാമ്പിനെ കിട്ടിയില്ല. ഞാൻ തിരിച്ചു വന്നില്ല. അപ്പോൾ GP ചെയ്തേക്കാന്ന് പറഞ്ഞു. വണ്ടിക്കൂലിയെല്ലാം തരാത്ത ആൾക്കാർ ഇന്നുമുണ്ട്. പാരിപ്പള്ളിക്കടുത്ത് പരവൂര് പോയിട്ട് ഇവിടുന്ന് പരവൂര് വണ്ടി പോയിട്ട് 2,000 രൂപയ്ക്ക് അടുത്ത് വണ്ടിക്ക് 500 രൂപ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ സഹിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പലരിൽ നിന്നും കടം വാങ്ങി പലിശയ്ക്ക് എടുത്താണ് ഞാനിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അല്ലാതെ അവാർഡുകൾക്കൊന്നും എന്നെ പലരും ഇപ്പോൾ കട ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് തരണത് ഇവിടെ നിന്ന് 25,000 മുടക്കി പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് 5,000 രൂപയ്ക്കാണ് എനിക്ക് തരുന്നത്. ബാക്കി പൈസ ഞാൻ എൻ്റെ തലയിലെഴുത്ത് പോലെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും കൊണ്ട് വലിയ വരുമാനം ഉണ്ടായിട്ടല്ല ഞാൻ ഇതിൻ്റെ പിറകെ. അപ്പോൾ അതുകൊണ്ട് ആൾക്കാരെന്നെ കൂടുതൽ സ്നേഹിക്കുന്നത്. പിന്നെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ വെട്ടിക്കിളച്ച് അവരെ പറമ്പ് വൃത്തിയാക്കിയാണ് പാമ്പിനെ പിടിക്കുന്നത്. ഇന്ന് മറ്റുള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ അവർ 2 കൂലിക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ടാണ് ചെയ്യുന്നത്. ഞാൻ മേച്ചിരി പണിയാൻ എനിക്ക് പണിക്ക് ഒരു ജോലി ചെയ്യാനും എനിക്കൊരു അറപ്പില്ല. അതിലുപരി പറയാമെന്നത് നമ്മൾ വിട്ടുപോയി. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തണ്ടർ ബോൾട്ടിന് ട്രെയിനിങ് കൊടുത്തത് ഞാനാണ്. തണ്ടർ ബോൾട്ടിന് പോലീസിന് തണ്ടർ ബോൾട്ടിന് ഞാൻ ട്രെയിനിങ് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഞാൻ കേരളത്തിലല്ല പറഞ്ഞു, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആർമിയുടെ ജവാന്മാർക്ക് ജംഗിൾ ട്രെയിനിങ് സമയത്ത് കൊല്ലം ജില്ലയിൽ കുളത്തുപുഴയ്ക്ക് അടുത്ത് ചോഴിയക്കോട് എന്ന് പറഞ്ഞ വനത്തിനകത്ത് വെച്ച് അവർക്ക് പാമ്പിനെ പിടിക്കാനും അതിൻ്റെ ഡീറ്റെയിൽസ് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു 250ഓളം പേരുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പാമ്പിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ്, അതിലൊത്തിരി ജവാന്മാർ പാമ്പിനെ പിടിക്കുന്നുണ്ട് പല സംസ്ഥാനങ്ങളിൽ. അപ്പോൾ പലരും എന്നെ വിളിക്കാണ്ട് ഫോട്ടോ അയക്കാണ്ട് അതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതൊക്കെയാണ് പലർക്കും ഇഷ്ടപ്പെടാത്തത്.